പണിമുടക്കിൽ വലയുകയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ. പാലക്കാട്ടേക്ക് എത്തുമ്പോൾ പാലക്കാട് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, പാലക്കാട്ടെ അവസ്ഥ എന്താണ് ഇപ്പോൾ? കാരണം പലയിടത്തും ഓട്ടോ തൊഴിലാളികളെ അടക്കം CITU നേതാക്കൾ വന്ന് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അത്തരം സംഭവങ്ങൾ പാലക്കാടുണ്ടോ? മറ്റു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അവിടെ നിന്ന്. ദേവിക, പാലക്കാട് പൊതുവെ ഈ പണിമുടക്കിൽ സ്വകാര്യ വാഹനങ്ങളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ നിരത്തുകളിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ജനങ്ങൾ പൂർണ്ണമായിട്ടും വലഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രധാനമായിട്ടും KSRTC സർവീസ് നടത്തുമെന്ന് പറഞ്ഞു. എന്നിട്ടും KSRTC ഇതുവരെ പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ഒരു സർവീസ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ധാരാളം യാത്രക്കാരാണെങ്കിൽ ഈ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അവരൊക്കെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നതിന് വേണ്ടി വാഹനം ലഭിക്കുമെന്നൊക്കെ കരുതി വന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞതാണല്ലോ ഈ KSRTC സർവീസ് നടത്തുമെന്നുള്ള കാര്യം. എന്നിട്ടും ബസ്സില്ലാതായതോടുകൂടെ ഒരുപാട് ആളുകളാണ് വളഞ്ഞിരിക്കുന്നത്. എവിടേക്ക് പോവാണ് ചേച്ചി? വീട്ടിലേക്ക് പോവാണ്. ഇന്ന് ബസ് സമരം KSRTC പ്രതീക്ഷിച്ചാണ്. ആലത്തൂർക്കാണ് പോകേണ്ടത്. അപ്പോൾ KSRTC ഇങ്ങോട്ട് വന്നതാണ് കുറച്ച് നേരം. അപ്പോൾ ഒരു കസിനോട് പറഞ്ഞ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. വലഞ്ഞു കുറച്ച് KSRTC ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. തന്നെയാണ് KSRTC ബസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് യാത്രക്കാർ പലരും വന്നത്. അങ്ങനെ വന്ന ആളുകളൊക്കെ ബസ്സില്ലാതായതോടുകൂടെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. ഈ സ്റ്റാൻഡിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ട്. അവരൊക്കെ ബസ് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നതാണ്. പക്ഷേ പലരും ബസ്സില്ലാതായതോടുകൂടെ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയാണ്. ചേട്ടാ, എങ്ങനെയും പോകാൻ വേണ്ടി വന്നതാണോ? ഞാൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുക. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരിക. പല്ലശ്ശന പറയും ഇവിടേക്ക് പോകാൻ നിൽക്കുക. ബസ് KSRTC ഉണ്ടാവുമെന്ന് പ്രതീക്ഷ സമരമാണെന്ന് അറിഞ്ഞു. പക്ഷേ ഇത്ര 2 ദിവസം അടുപ്പിച്ചുണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. KSRTC സർവീസ് നടത്തുമെന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു സ്റ്റാൻഡിലേക്ക് എത്തിയത്. അതെ, അവിടെ ആയതുകൊണ്ട് വന്നത്. കോയമ്പത്തൂരിൽ എങ്ങനെ വന്നത്? കോയമ്പത്തൂർ KSRTC തന്നെ വന്നത്. KSRTC വന്നു. ഇവിടെ ഇരുന്ന് പെട്ടു. ഇവിടുന്ന് പോകാൻ പറ്റാണ്ടായിട്ട് നിങ്ങളുടെ സർവീസ് ഉണ്ടായിരുന്നു അല്ലേ? സർവീസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് എവിടേക്കാണ് പോകേണ്ടത്? ഇനി നാട്ടിലേക്ക് പോകേണ്ടത്. പല്ലശ്ശന പറയും. പല്ലശ്ശന പറയും. വണ്ടി ഒന്നുമില്ല? ഇല്ല. രാവിലെ അതെ, ബുദ്ധിമുട്ടാണ്. എവിടെ പോകണം? தமிழ்நாட்டிலேருந்து ഇവിടെ പണിക്ക് വന്ന് ഇവിടെ പന്തായി കുഴപ്പമില്ലാമ ഉட்காந்துருக்கு. തമിഴ്നാട്ടിൽ എന്താ അവസ്ഥ? തമിഴ്നാട്ടിൽ അവിടെ പണി കളിഞ്ച് കട്ടട പണിയെ പണിയാ இருந்தாலும் സ്ട്രൈക്ക് ഒന്നുമില്ല. അവിടെ സ്ട്രൈക്ക് താ. അവിടെ സ്ട്രൈക്ക് താ. തമിഴ്നാടൊക്കെ സ്ട്രൈക്ക് താ. ഏതായാലും ഒരുപാട് യാത്രക്കാരിങ്ങനെ ഈ സ്റ്റാൻഡിലേക്ക് എത്തി. ഇങ്ങനെ ബസ് KSRTC ബസ് സ്വാഭാവികമായിട്ട് സർവീസ് നടത്തുമെന്നുള്ളതായിരുന്നു ഇവരൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ KSRTC ഇല്ലാതായതോടുകൂടെ തന്നെ വലിയ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ്. എവിടേക്ക് പോകാൻ? ഈ വണ്ടിത്താളത്തേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ വൈഫ് ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരാൻ വഴിയില്ല. ഇപ്പോൾ അതുവരെ ഞാൻ കുളപ്പുള്ളിയിലാണ് ജോലി ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബസ് ഉണ്ടാകുമ്പോൾ എന്നിട്ടായിരുന്നു ഇന്നലത്തെ ബസ് സ്ഥാനത്തും KSRTC ഓടുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാത്രിയാണ് അറിയുന്നത് KSRTC ഓടില്ലാന്ന്. അവസാനം രാവിലെ എണീച്ചിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടേക്ക് പോകാനേണ്ട? വടക്കഞ്ചേരി KSRTC ഉണ്ടാവുമെന്ന് വിചാരിച്ചു വന്നു? ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഞാൻ ഓരോ കൂടുന്ന ഒരു KSRTC കിട്ടി. ആദ്യം ഇവിടെ എത്തിയത്. എത്തിക്കഴിഞ്ഞ് ഇവിടുന്ന് പിന്നെ വണ്ടിയില്ല. 6:30 എത്തിയത് അവിടെ. പിന്നെ ഇവിടുന്ന് വണ്ടി കിട്ടിയിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്ത അവസ്ഥയാണ്. അതാണ്, വേറെ വഴിയില്ല. എന്ത് ചെയ്യണം? നമുക്കൊരു ഓട്ടോ വിളിച്ചു പോകണമെങ്കിൽ 1200 രൂപ വേണം വടക്കഞ്ചേരി എത്തണമെങ്കിൽ. അതിനുള്ള വഴിയില്ല. നോക്കാം എപ്പോഴാണ് വണ്ടി ഓടണം. 1200 രൂപ കൊടുക്കണം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകണമെങ്കിൽ. അത്രയും പൈസ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളതാണ്. എവിടേക്ക് പോകണം? കോയമ്പത്തൂർ. ഓൾറെഡി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്ന് കാലത്ത് ബുക്ക് ചെയ്ത ബസ് വന്നില്ല. അപ്പോൾ ഇവിടുന്ന് തമിഴ്നാട് ബസ്സെങ്കിലും ഉണ്ടാകും പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഒരുപാട് യാത്രക്കാരുണ്ട്. അതിലൊരു ബസ് അറേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ ഇന്ന് കാലത്ത് ജോലിക്ക് കയറേണ്ടതാണ്. ബുദ്ധിമുട്ടായി. ഈ ബസ്സിന് ബുക്ക് ചെയ്ത് പൈസ കൊടുത്താണ്. അതിപ്പോൾ ബസ് പുറപ്പെടുമ്പോൾ മെസ്സേജ് വരുന്നതാണ്. അതൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പൈസ റീഫണ്ടും ആയിട്ടില്ല. റീഫണ്ട് ആവണമെന്നല്ല, അതിൻ്റെ ഇൻഫോർമേഷനൊന്നും മുമ്പ് നമുക്ക് മെസ്സേജ് വരിക അലേർട്ട് വരിക അങ്ങനെ ഒന്നും അറിയിച്ചിട്ടുമില്ല. അപ്പോൾ ഡിപ്പോയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ബസ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. KSRTC ആപ്പിലൂടെ ബുക്ക് ചെയ്തത്? KSRTC ആപ്പിലൂടെ ബുക്ക് ചെയ്തത്. റീഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് റീഫണ്ടിനേക്കാളും മുമ്പായിട്ട് ബസ് ഇല്ലയെന്ന് മുമ്പ് അറിയിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. പ്രതീക്ഷിച്ചല്ല വന്നത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് നിൽക്കുന്നുണ്ട്. കോയമ്പത്തൂർ ബസ് വരുമോന്ന് അറിയില്ല. കോയമ്പത്തൂർ ജോലി. ഇന്ന് ജോലിക്ക് കയറേണ്ടതാ. മെമ്മോ വല്ലതും നോക്കിയിട്ടുണ്ടാവും. ബസ്സില്ലാന്ന് പറഞ്ഞാൽ മെമ്മോ വല്ലതും നോക്കിയിട്ടുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. ചേട്ടൻ എങ്ങോട്ട് പോകണം? ഇപ്പോൾ പറഞ്ഞോ
കോയമ്പത്തൂർ പോവുക. ബസ് ബുക്ക് ചെയ്താണ്? ആ, ബസ് ബുക്ക് ചെയ്തതല്ല, ഞാൻ വേറെ ആവശ്യത്തിന് അത്യാവശ്യം പോവാണ് കോയമ്പത്തൂരെ. കുറച്ച് നേരമായി വന്നിട്ട് ഒരു ബസ്സും കിട്ടാൻ വഴിയില്ല. അതുതന്നെയാണ്. ഏതായാലും ഒരുപാട് യാത്രക്കാരാണ് ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നത്. എവിടേക്ക് പോകണം സാറേ? പറളി ഒറ്റപ്പാലം പറളി. ബസ് ഉണ്ടാകും പ്രതീക്ഷ? ബസ്സിന് ഉണ്ടാവും വേണ്ടി പ്രതീക്ഷ വന്നാണ്, അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കാലത്ത് അറിയുന്നു. അതാണ്. ഏതായാലും ഈ KSRTC ബസ് ഉണ്ടാവും എന്നുള്ളതായിരുന്നു യാത്രക്കാരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പാലക്കാട് ഡിപ്പോയിൽ നിന്ന് KSRTC ഒന്നും ഇതുവരെ സർവീസ് നടത്തിയില്ല എന്ന് മാത്രമല്ല, പലരും KSRTCയുടെ ആപ്പിലൂടെയൊക്കെ ബുക്ക് ചെയ്തതാണ്. ബുക്ക് ചെയ്തിട്ട് അവസാനം സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോഴാണ് ബസ്സില്ല എന്ന് പറയുന്നത്. കോയമ്പത്തൂരിൽ ഉൾപ്പെടെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. ഈ KSRTC ഇല്ല, ബസ് സർവീസ് നടത്തില്ല എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ KSRTCയുടെ ഭാഗത്തു നിന്നും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ മറ്റ് മാർഗ്ഗങ്ങൾ തേടുമായിരുന്നു. കാരണം പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്കൊക്കെ ജോലിക്ക് പോകണമെങ്കിൽ അവിടെ റെയിൽവേ കൃത്യമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പണിമുടക്കൊന്നും റെയിൽവേ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ ട്രെയിനുകളും സർവീസ് നടത്തുന്നുണ്ട്. ഈ മെമു ആണെങ്കിലും അതല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്കുള്ള പ്രധാന ട്രെയിനുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനുകളിൽ കയറിയെങ്കിലും തങ്ങൾ ജോലി സ്ഥലത്തെത്തുമായിരുന്നു. പക്ഷേ ഈ ടിക്കറ്റ് കൃത്യമായി KSRTC ആപ്പിലൂടെ പ്രധാന സ്ഥലങ്ങളിലേക്ക് ഈ യാത്രക്കാരെ, ഏറെ ബുദ്ധിമുട്ടുന്ന യാത്രക്കാരെ, അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള വാഹനങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല എന്ന് തന്നെയാണോ? പ്രത്യേകിച്ച് ആശുപത്രികളിലേക്ക് എല്ലാം എത്താനായി അവിടെ എത്തിയിട്ടുള്ള യാത്രക്കാരെ. തീർച്ചയായിട്ടും ദേവിക, അങ്ങനെ ഒരു തരത്തിലുള്ള യാത്രക്കാർക്ക് ഉതകുന്ന ഒരു കാര്യവും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഒരു സർവീസും ഈ സ്റ്റാൻഡിൽ നിന്നും നടത്തുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ബസ്സുകളൊന്നും തന്നെ ഇതുവരെയും സർവീസ് നടത്തിയിട്ടില്ല. യാതൊരു തരത്തിലും ബസ്സുകൾ പുറത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ ഈ ആശുപത്രി കേസിനോ മറ്റോ വന്ന ആളുകൾ അല്ലെങ്കിൽ അത്യാവശ്യം പോവേണ്ട ആളുകൾക്കൊക്കെ മറ്റൊരു ഉപാധി നൽകുകയോ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ KSRTCയുടെ ആപ്പാണ്. സ്വാഭാവികമായിട്ടും KSRTCയുടെ ആപ്പിലൂടെ ബുക്ക് ചെയ്തു വന്ന ആളുകളാണ്. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ അത്തരം യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കേണ്ടതിന്റെ അവിടെ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് എത്താൻ പോലും സർവീസ് അവിടെ ഉണ്ടാകുന്നില്ല. മാത്രമല്ല മറ്റ് വാഹന സൗകര്യങ്ങൾ പോലും അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.